എൻ്റെ പേര് ശ്രീരാഗി. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി പിങ്മി സ്റ്റഡി അബ്രോഡിൽ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ടാണ് എന്നെ പിങ്മിയിലേക്ക് സജസ്റ്റ് ചെയ്തത്. എന്നാൽ ഇവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റും ഇവിടുത്തെ വർക്ക് കൾച്ചറും എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ എക്സ്പെക്റ്റേഷനെ ഒട്ടും തന്നെ ഡിപ്രസ്ഡ് ആക്കാതെ തന്നെ എനിക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇവിടുത്തെ എംപ്ലോയീസ് തമ്മിലുള്ള ആ ഒരു കോർഡിനേഷനും അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസും നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ എന്നിൽ ഉണ്ടാക്കി. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഡ്യൂട്ടി എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റിൻ്റെ ഇനീഷ്യലി എൻറോൾ ചെയ്തതിന് ശേഷം അവരുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ വരുമ്പോൾ അവർക്ക് അതിൻ്റെ മോക്കായാലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. മെൻ്റലി അവരെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ സന്തോഷം നമുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുക. ഫോറിൻ യൂണിവേഴ്സിറ്റീസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ സർപ്രൈസ്ഡ് ആവുന്നതിലുപരി നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കരിയറിൽ തന്നെ നമുക്കൊരു ഗ്രോത്ത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ ലാംഗ്വേജസ് ആയാലും അവരുടെ സ്റ്റഡി കൾച്ചർ ആയാലും അവരുടെ സ്റ്റഡി മെത്തേഡ്സ്, അതായത് അവരുടെ ബിഹേവിയർ വരെ നമ്മളുടെ ക്യാരക്ടറിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ കരിയറിൽ എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഓരോ സ്റ്റുഡൻസിനും കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് നമ്മളെ ഒത്തിരി സർപ്രൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ അവരത്രത്തോളം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ, ഇപ്പോൾ മെയിൽ ത്രൂ ആയാലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും അവർ അത്രത്തോളം ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു ഓഫർ ലെറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ സന്തോഷം നമുക്കാണ്. കാരണം നമ്മൾ അത്രയും നാൾ എടുത്ത ആ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവുമ്പോൾ സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ സന്തോഷവും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നമുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വഴി സ്റ്റുഡൻസിന് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ മുഖാന്തരമാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അവരെക്കാൾ കൂടുതൽ സന്തോഷം അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. അതായത് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓഫർ ലെറ്റർ വരണമെന്നില്ല. ചില സ്റ്റുഡൻസിന് അവരുടെ ആ ഒരു അക്കാഡമിക്കും അതുപോലെ തന്നെ ചില കോഴ്സസ് അവർക്ക് എലിജിബിൾ ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെടുത്ത ആ ഒരു എഫേർട്ടിന് ആ ഒരു അപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമ്പോഴുള്ള ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ പക്ഷെ അതൊരു എൻഡിങ് ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. നമ്മൾ വേറെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു സെയിം യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ വേറൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുവഴി അവർക്ക് ഓഫർ ലെറ്റേഴ്സ് ആയാലും ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പിങ്മിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു ബെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആപ്ലിക്കേഷൻ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ടീം എന്ന് പറയുന്നത് അത്രത്തോളം സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഒരാൾ ആബ്സെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എമർജൻസി ലീവ് എടുക്കേണ്ടി വരാണെങ്കിൽ തന്നെ നമ്മുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ടീം മെമ്പേഴ്സ് നമുക്കുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബെസ്റ്റ് തിങ് എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻ്റ് ഉള്ളതാണ്. അതായത് നമുക്ക് അതായത് ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു മാനേജ്മെൻ്റ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓരോ സെലിബ്രേഷൻസും നമുക്ക് നല്ല മെമ്മറി തന്നെയാണ് തന്നിട്ടുള്ളത്. ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ സെലിബ്രേഷൻസിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് മെമ്മറി തന്നെയാണ്, നല്ല മൊമെൻറ്റ്സ് തന്നെയാണ്. അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബാഡ് തിങ് ഒന്നുമല്ല. അതായത് ഇന്നത്തെ ജനറേഷൻസിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അബ്രോഡ് സ്റ്റഡീസാണ്. അതായത് അവരുടെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം പ്രിഫർ ചെയ്യുന്നത് അബ്രോഡ് സ്റ്റഡീസാണ്. അപ്പോൾ
അതിലൂടെ അവർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ചില സ്റ്റുഡൻസ് അവർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. അവരുടെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം കൺട്രിയിലേക്ക് വരുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ മെജോറിറ്റി സ്റ്റുഡൻസ് ആയാലും അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തന്നെ ബാഡ് തിങ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു തീരുമാനങ്ങളുണ്ടാവും, ഇഷ്ടങ്ങളുണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും.